പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവുമായി ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ളവനായ ദൈവമേ, സ്നേഹമുള്ള സ്വർഗ്ഗസ്ഥ പിതാവേ, നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ജീവിതത്തിനായ അനുഗ്രഹങ്ങൾക്കായി നിന്നെ സ്തുതിക്കുന്നു. വിവിധമായ ഉത്തരവാദിത്വങ്ങൾ നൽകി നീ ഞങ്ങളെ ഈ ലോകത്തിൽ സൃഷ്ടിച്ചാക്കി ഓരോരോ സ്ഥാനങ്ങളിൽ ജീവിപ്പാൻ പ്രവർത്തിപ്പാൻ നീ ആക്കുന്നു. അവിടെയൊക്കെയും കൃപയിലും തണലിലും ഞങ്ങളെ കാത്തുകൊള്ളുന്ന കരുണയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സമയത്ത് പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്ന് കടന്നുപോയ പ്രിയ മാതാവിന്റെ ജീവിതത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗ്ഗസ്ഥ പിതാവെ, തന്നെ ഏൽപ്പിച്ചതായി ജോലി, ഉത്തരവാദിത്തങ്ങൾ, കടമകൾ, ചുമതലകൾ ഈ ലോകത്തിലേത് നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ മകളെ മടങ്ങി വരിക എന്ന് പറഞ്ഞ് വിളിച്ച് അവരുടെ സന്നിധിയിലേക്ക് ചേർത്തതിന് മകളുടെ ജീവിതത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തന്റെ ജീവിതത്തിലൂടെ ശ്രേഷ്ഠമായ ശുശ്രൂഷകളൊക്കെ നിർവഹിപ്പാൻ തക്കവണ്ണത്തിന്റെ മകളെ നീ ബലപ്പെടുത്തി കൃപയിൽ നീ കാത്തു. എല്ലാ നന്മകളാൽ നീ നിറച്ചു. കർത്താവ് ഇപ്പോഴിതാ തന്റെ ചുമതലകൾ നിർവഹിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ മാറോട് ചേർത്ത് സ്വർഗീയ സന്തോഷത്തിലേക്ക് തന്നെ മകളെ പ്രവേശിപ്പിച്ചിരിക്കുന്നല്ലോ. ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്നത് ഞങ്ങൾ ദുഃഖമുള്ളതെങ്കിലും സ്വർഗീയ കർത്താവെ, അവിടുത്തെ വലിയ സാന്നിധ്യത്തിൽ നിന്റെ പല ഭാഗേന്ദ്ര മാറോട് ചേർന്നിരിക്കുന്ന ഓർത്തതിൽ സന്തോഷിപ്പാൻ, ധൈര്യപ്പെടുവാൻ, പ്രത്യാശിപ്പാൻ ഇടയാക്കണമേ. അവിടുത്തെ മകളിലൂടെ ഈ ലോകത്ത് നൽകപ്പെട്ട എല്ലാ നല്ല സേവനങ്ങളെയും ശുശ്രൂഷകളെയും ഓർക്കുന്നു. അവിടുത്തെ വയൽ പ്രദേശത്ത് പ്രവർത്തിപ്പാൻ തക്കവണ്ണ കർത്താവിന്റെ മകനെ ഒരുക്കുകയും അവിടുത്തെ വയൽ പ്രദേശത്ത് വലിയ ശുശ്രൂഷ നൽകുവാൻ തക്കവണ്ണ മകനെ നീ ക്രമപ്പെടുത്തുകയും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് വയ്ക്കാനും സ്തുതിക്കുന്നു. അച്ഛന്റെ ജീവിതത്തിനായ ചില പ്രവർത്തനങ്ങൾക്കായൊക്കെയും വാഴ്ത്തുന്നു. മക്കളുടെയൊക്കെയും കർത്താവിന്റെ ദൈവകൃപ പ്രാപിച്ച് സന്തോഷത്തോടെ പ്രവർത്തിപ്പാൻ നിന്റെ മക്കളെ എല്ലാം നീ ഒരുക്കിയിരിക്കുന്ന ക്രമങ്ങൾക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ഞങ്ങൾ കർത്താവെ, വെച്ചുപോന്നിട്ടുള്ള നല്ലതായ ചിന്തകൾ, നല്ല ആലോചനകൾ, നല്ല ഉപദേശങ്ങൾ, നല്ല മാതൃകകൾ അതൊക്കെയും ജീവിതത്തിൽ പ്രാപ്തിയുമാക്കുവാൻ നിന്റെ മക്കൾക്കും ഞങ്ങൾക്കെല്ലാം ഇടയാക്കുമാറാകണമേ. ഞങ്ങൾ കടന്നു പോകുന്നവർ ഞങ്ങൾക്ക് നഷ്ടമാക്കിയല്ല, കർത്താവിന്റെ വലഭാഗയായിരിക്കുന്നു സന്തോഷിക്കുന്നു, പ്രത്യാശിക്കുന്നതിനോട് ഞങ്ങൾ തരണമേ. ഞങ്ങൾ ഒരിക്കൽ കർത്താവെ നിത്യ തുറമുഖത്തെത്തി ഞങ്ങളെ പ്രിയപ്പെട്ടവരെ കണ്ടെത്തുന്ന സന്തോഷത്തോടെ പ്രത്യാശയോടെ ഞങ്ങൾ എല്ലാം നിറയ്ക്കണമേ. സ്വർഗ്ഗീയ കർത്താവെ, നടത്തപ്പെടേണ്ട ശുശ്രൂഷകളൊക്കെ ദൈവസാന്നിധ്യമിരിക്കുകയും സന്തോഷത്തോടെ നമ്മളെ യാത്രയാക്കുവാൻ ഞങ്ങളെ ഒക്കെയും നീ ഒരുക്കുകയും ചെയ്യണമേ. പ്രത്യേകിച്ച് കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി തരണമേ. കരുണയിൽ നിലനിർത്തണമേ. ഇത്രത്തോളം ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ സന്തോഷത്തിന്, സ്നേഹത്തിന്, കൂട്ടായ്മയ്ക്ക് എല്ലാമായി വാഴ്ത്തുന്നു. ഇപ്പോൾ ഇതാ അവിടുത്തെ പല ഭാഗ്യെന്ന് ഓർത്തെങ്കിലും സന്തോഷിപ്പാൻ ധൈര്യപ്പെടുവാൻ ഇടയാക്കണമേ. പ്രിയപ്പെട്ടതെല്ലാം ധൈര്യപ്പെടുത്തണമേ. കരുണയിൽ കാത്തുകൊള്ളണമേ. നടത്തപ്പെടേണ്ട ശുശ്രൂഷകൾ ദൈവം സാന്നിധ്യമിരിക്കണമേ. അവിടുത്തെ നന്മകളാൽ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാം നിറയ്ക്കണേ. വരേണ്ടവരെയൊക്കെ കൂട്ടിച്ചാർത്തുകൊണ്ടുവരണമേ. സന്തോഷത്തോടുകൂടെ കർത്താവിനെ യാത്രയാക്കുവാൻ എല്ലാം ഉപയോഗിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയാൽ കേൾക്കുമാറാകണമേ. പരിശുദ്ധവുമായ പ്രിയ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വാഴ്വുകൾ കർത്താവിന്റെ എല്ലാവരും ദുഃഖത്തിലും വേദനയിലും കണ്ണുനീരിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തരും നടത്തപ്പെടേണ്ട ശുശ്രൂഷയിലും ഇന്നും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇതിലേക്കുള്ള ആളാണെന്ന് അറിയാം. ഏറ്റവും കൂടെ ആയിരിക്കുന്ന ദിവസം ഇവിടെ വരികയും ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള Bye.
യോഗ്യരായി തീരണമേ. മാർക്കോ തന്റെ മരണത്താൽ മരണത്തെ മായ്ക്കി ഞങ്ങൾക്ക് വേണ്ടിയുള്ള നല്ല ബലിയാൽ ആദാമിന്റെ സകലമക്കളെയും പുണ്യമാക്കിയത് ഉത്തമനായ കർത്താവിനെ നാം ഓർത്തുമാർത്തപ്പെടണം. അവന് തന്റെ ദാസിയുടെ മഴിക്കുന്ന ഈ സമയത്ത് സകല പെരുന്നാളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ആയുഷ്കാലങ്ങളിൽ സ്തുതി ഭഗവാന്മാരാണ് യോഗ്യമാണ്. മനുഷ്യനെ ജീവിപ്പിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭക്തിയായി അമ്മയുടെ ആത്മാവിനെ കൈക്കൊള്ളണമേ. എന്റെ കർത്താവിന്റെ സ്നേഹിതന്മാരെ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരോടുകൂടി എന്റെ ദുഷ്ട പ്രാർത്ഥനയെ കുറിച്ചുള്ള വലിയ പ്രത്യാശയും പ്രാപിച്ച സകല വിശ്വാസത്തോടുകൂടെ വാഴ്ത്തപ്പെട്ടവർ ഭക്തിയായി ദാസ്യം വസിപ്പിക്കണമേ. വിളയുന്നതിനുള്ള വാർത്ത നിർത്തണമേ. ഞങ്ങളെല്ലാവരുടെ മേൽ കരുണ ചെയ്യണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഇപ്പോഴെല്ലാ സമയത്തും സ്തോത്രവും അർപ്പിക്കും. എന്റെ ശരീരം കമ്പാനം ചെയ്യുമോ പാതാളത്തിൽ ആകാശം ഭൂമിയെ സൃഷ്ടിച്ച ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹീതരായി തീരട്ടെ. ആത്മീയമായി ഭവന ശുശ്രൂഷ എന്നോ ഞങ്ങളോട് സംബന്ധിച്ച് നിങ്ങളെല്ലാവരും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിവിടുന്നവരാകട്ടെ. ദൈവമായ കർത്താവ് വിശ്വാസികളാ സ്ഥല സൗകര്യം അനുസരിച്ച് അവിടെ ഇരിക്കാം. അല്പം ഇവിടെ കഴിഞ്ഞിട്ട് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുകയുള്ളൂ. കരുണ നിറഞ്ഞവനേ പുനരുത്ഥാനത്തിൽ നിന്നോടെ സൃഷ്ടിയെ നീ പുതുതാക്കിയിടണം. നിന്നിൽ ശരണം
ആശ്വാസവാനം നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് വിശുദ്ധ മലാഖ്മാരാൽ നയിക്കപ്പെടുവാനും പരിശുദ്ധാത്മാവാനെ ആരാധിക്കുവാനും ദാസിക്ക് നിയോഗം നൽകുമാറാണമേ. മക്കളിലപ്പൻ കൃപ ചെയ്യുന്നതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. വയലിൽ പൂച്ചെടി പോലെ ശരണത്താലേ കൃപയിൽ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രവീമ്പുകയും ഇടപെടാതെ അർപ്പിപ്പാൻ തമ്പുരാനേടിയങ്ങൾ യോഗ്യതയുള്ളവരാക്കണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കവറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവൻ ന്യായാധിപതിയുമായിട്ട് ന്യായാധിപതിയുമായ സ്തുതി. തന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്നതായി സമയത്തും സകല നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയോഗ്യമാകുന്നു. ശുശ്രൂഷ അവസാനിച്ച് അന്ത്യചുംബനം കൊടുക്കുന്ന സമയമുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവർക്കും ദുഃഖമുണ്ടെങ്കിലും പ്രാർത്ഥനകളൊക്കെ ഭംഗിയായിട്ട് നടത്തക്കൊണ്ട് എല്ലാവരും സഹകരിക്കണം. വിശ്വാസമോസലും ഇനിയും ചേർന്നിട്ടുണ്ട്. ായിരുന്നവൻ ഇപ്പോൾ നിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധ മാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവനായ സംഖ്യാതീതമായ ഗണങ്ങളും നിരകളും പതിനായിരങ്ങളും തിരുവൻപാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോപന്മാരെ ശ്രദ്ധയുള്ള ഗണങ്ങളും സ്വർഗീയ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ കേട്ടർപ്പിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചേർന്നു പോയ സർവ്വ ശരീരങ്ങളും പുനരായിട്ട് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിനെ സൃഷ്ടാനിർമ്മിതാവിന്റെ നിലയിൽ സൃഷ്ടിച്ചുള്ളവനത്താൽ നീ വീണ്ടും സജ്ജീകരിക്കുന്ന നന്മയാകട്ടെ തിന്മയാകട്ടെ അവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനവുമായ ഭയങ്കരവുമായ സിംഹാസനത്തിനും ഒന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവം തമ്പുരാൻ ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിന്നുള്ള പ്രത്യാശയോട് നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിയെ നിന്റെ വലത്തുഭാഗത്ത് എന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നവനിൽ ഞാൻ അവനിൽ വസിക്കുന്നു. ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായി കൊണ്ടരളി ചേർത്തുള്ള വചനം ഞങ്ങൾ ഈ ദാസിയിൽ നിന്ന് നിറവേറ്റണം. ഞങ്ങൾ ഞങ്ങളുടെ പരേതരം എന്റെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും പുതിയ സ്തോത്രം കരയുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോർ ഹോശോ
പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, 2:30 മണിക്ക് പരിമല സെമിനാരിയുടെ ഒരു കൗൺസിൽ യോഗം ഉള്ളതുകൊണ്ടും അതിൽ സംബന്ധിക്കുവാൻ എനിക്കൊരു ബാധ്യതയുള്ളതുകൊണ്ടും ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചും അനുശോചനം രേഖപ്പെടുത്തിയും പോകുവാൻ അനുവാദം ചോദിക്കുകയാണ്. ദീർഘകാലത്തെ സ്നേഹവും പരിചയവും അടുപ്പവും ഈ കുടുംബവുമായിട്ടുണ്ട്. ഞാൻ വൈദിക സെമിനാരിയിൽ പഠിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട എബ്രഹാം ജോസഫ് അച്ഛൻ ഒരു വൈദിക വിദ്യാർത്ഥിയായി അവിടെ വരുന്നത്. ആ കാലം മുതൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1980 മുതൽ ഉള്ള സ്നേഹവും പരിചയവും അടുപ്പവും. ചേപ്പാട് പള്ളിയും അന്ന് നിർണഭദ്രാസനത്തിന്റെ ഭാഗമായിരുന്നതുകൊണ്ട് ഈ കുടുംബങ്ങളുമൊക്കെ ആയിട്ടുള്ള വളരെയേറെ അടുത്ത ആത്മബന്ധവുമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഓ തോമസ് അച്ഛന്റെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ഒരു കുടുംബമായി എന്നുള്ളതും ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ സൗഹൃദത്തിന്റെ ആഴം വർദ്ധിപ്പിച്ചു. അദ്ദേഹം വൈദികനായി ബോംബെ ഭദ്രാസനത്തിൽ പ്രവർത്തിക്കുകയാണല്ലോ. ആ രംഗങ്ങളിലും ഉള്ള സ്നേഹവും അടുപ്പവും ആഴമാണ്. ഈ അമ്മച്ചി അസുഖത്തെ തുടർന്ന് പരിമല ആശുപത്രിയിൽ അഡ്മിറ്റായി കഴിഞ്ഞു. അച്ഛൻ എന്നെ അറിയിച്ചു. ഞാൻ അവിടെ ആശുപത്രിയിൽ പോയി കാണുകയും ചെയ്തു. അമ്മച്ചി എന്നെ തിരിച്ചറിയുകയും ഒക്കെ ചെയ്തത് ഞാൻ ഓർക്കുന്നു. അച്ഛന് അത്യാവശ്യമായി ബോംബെക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നു. ഞാൻ അമ്മച്ചിയെ കണ്ടിട്ട് ഇറങ്ങി വന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛന് ബോംബെക്ക് പോകണമോ എന്ന്. പോകുന്നില്ല എന്ന് അച്ഛൻ പറഞ്ഞു. പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നിയത് ഞാൻ അച്ഛനോട് പങ്കുവയ്ക്കുകയും ചെയ്തു. ദൈവം കൊടുത്ത ആയുസ് തന്റെ കഴിവും പ്രാപ്തിയും അനുസരിച്ച് അനുഗ്രഹകരമായി ചെലവഴിക്കുവാൻ ഈ മാതാവ് അങ്ങേയറ്റം ശ്രമിച്ചു എന്നുള്ളത് എൻ്റെ കഴിഞ്ഞകാല അനുഭവത്തിൽ നിന്ന് എനിക്ക് സാക്ഷിക്കാനായിട്ട് സാധിക്കും. ഇമ്പങ്ങളുടെ പറുദീസ ഈ അമ്മയ്ക്ക് ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രാർത്ഥനയോടെ എല്ലാവരുടെയും ദുഃഖത്തിൽ ബലഹീന ഞാനും പങ്കാളിയാവുകയും ചെയ്യും. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനായുള്ളവരെ നിനക്ക് സ്തുതി. കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി. കർത്താവെ, ഞങ്ങൾ നിന്ന് തിരുസന്നിധിയിലേക്ക് അവിടുന്ന് വിളിച്ചിരിക്കുന്ന ഈ നിന്റെ പ്രിയ മകളുടെ ആത്മാവിനെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല എന്നും വാഗ്ദത്തം ചെയ്തത് അവിടുന്നാകുന്നുവല്ലോ. വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് കൽപ്പിച്ചവനായ കർത്താവേ, ദിവ്യവും ശ്രേഷ്ഠവുമായ അനുഭവം ഈ നിന്റെ മകൾക്കും അവിടുന്ന് നൽകണമേ. നിന്റെ പ്രിയ മകളുടെ വേർപാടിൽ ദുഃഖിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും സമാധാനപ്പെടുത്തുകയും സർവോപരി നിന്നിൽ പ്രത്യാശയുള്ളവരാക്കി തീർക്കുകയും ചെയ്യണമേ. ഈ ലോക ജീവിതം ക്ഷണികമാണ്, നശ്വരമാണ്, താൽക്കാലികമാണ്. നിത്യമായ വാസം നിന്നോടുകൂടിയാണ് എന്നും കാലാന്തരത്തിൽ അവിടുന്ന് ഞങ്ങളെയും വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് മുന്നമേ നിന്നോട് ചേർക്കപ്പെട്ടവരോടുകൂടി ചേരും എന്നുള്ള ഉറപ്പും ധൈര്യവും പ്രത്യാശയും എല്ലാവർക്കും നൽകണമേ. ഇനി നടക്കുവാനുള്ള കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കത്തക്കവണ്ണം അനുകൂലമായ കാലാവസ്ഥയെല്ലാം ഒരുക്കി തരണമേ. എല്ലാവരെയും സമർപ്പിക്കുന്നു. ദുഃഖിക്കുന്നവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരും ഹൃദയത്തിൽ നിന്ന് നൊമ്പരങ്ങളും നീക്കിക്കൊടുക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ഭക്തിപൂർണമായ പാതയിൽ ദൈവാശ്രയത്തോടെ ശേഷിക്കുന്ന കാലം ചെലവഴിക്കുവാൻ ഞങ്ങൾക്കും കൃപ നൽകണമേ. ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ ഏകജാതിനെയും പരിശുദ്ധാത്മാവിനെയും അടക്കം കൂടാതെ മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ ആമേൻ. മക്കളിലും ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ. കൃപയിൽ മരണമടഞ്ഞ
പരിശുദ്ധ റൂഹായുമാകുന്ന ത്രിയേക ദൈവമേ, അളവറ്റ അനുഗ്രഹങ്ങളും കൃപകളും ആശ്വാസവും കർത്താവെ, ദർശനിലേക്ക് അവിടുന്ന് വിളിച്ചിരിക്കുന്ന ഈ നിന്റെ പ്രിയ മകളുടെ ആത്മാവോടും ശേഷിക്കുന്നവരായ എല്ലാവരോടും എല്ലാ കാര്യങ്ങളോടും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വളരെ തിരക്കുകളുടെ ഇടയിലും അഭിനന്ദനായ ക്രിസ്തുമസ് മുസ്ലിമിനെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. ആശ്വാസ വചനങ്ങൾ നമ്മളെ അറിയിച്ചു. കുടുംബത്തോടും നമ്മളോടുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിനും ഈ തിരക്കുകളുടെ ഇടയിൽ വന്ന ഈ ശുശ്രൂഷയെ സംബന്ധിച്ചതിനുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കട്ടെ. വന്നിട്ടുള്ള വൈദികരോട് പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു, നന്ദി അറിയിക്കുന്നു. നമുക്ക് ശുശ്രൂഷ തുടങ്ങുവാനായിട്ട് അല്പസമയം കൂടെ ഉണ്ട്. വൈദിക സെമിനാരിയിൽ നിന്ന് അവിടുത്തെ പ്രൊഫസറായിരിക്കുന്ന റിജി മാത്യുവിന് വന്നിട്ടുണ്ട്. അല്പസമയം ആശ്വാസവാക്കുകൾ അദ്ദേഹം ഇപ്പോൾ നമ്മളോട് പറയുന്നു. ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അഭിനന്ദനായ ഡോക്ടർ യോഹാൻ മാർ ക്രിസോസ്റ്റമസ് മെത്രാപ്പൊലീത്ത തിരുമേനി, ഈ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന ഭവനാംഗങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, മരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സുനിശ്ചിതമാണ് എന്ന് നമുക്കറിയാം. എങ്കിലും നമ്മുടെ ഭവനത്തിലേക്ക് മരണം കടന്നു വരുമ്പോൾ അത് നമ്മെ തീവ്രമായ ദുഃഖത്തിലും ഭാരത്തിലുമാക്കുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ചും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, വാത്സല്യത്തോടെ നമ്മെ വളർത്തിയവർ, നമുക്ക് സതുപദേശം തന്ന ആളുകൾ ഒക്കെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വാങ്ങിപ്പോകുമ്പോൾ ഒരു വലിയ ശൂന്യതയുടെ ബോധവും നഷ്ടബോധവും ഒക്കെ മക്കൾക്കും അടുത്ത തലമുറയ്ക്കും ഒക്കെ ഉണ്ടാകാൻ ഇടയുണ്ടല്ലോ. മരണം നമ്മുടെയൊക്കെ ഉള്ളിൽ അനുദിനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കൂടുതൽ മരണത്തോട് അടുക്കുന്നു. ജരാനരകൾ ബാധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ മരണത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് ലഭിക്കുകയാണ്. എങ്കിലും ദൈവത്തിൽ ശരണം പ്രാപിച്ച് ദൈവം നൽകിയ താലന്തുകളെ ശരിയായി വിനിയോഗിച്ച് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ഇരിപ്പിടങ്ങളിലേക്ക് യാത്രയാകുന്ന വിശ്വാസികളുടെ നിര്യാണം എന്ന് പറയുന്നത് ദുഃഖത്തിന് അപ്പുറം പ്രത്യാശ നൽകുന്ന ഒന്നാണ്. മരണത്തിനപ്പുറമുള്ള ജീവിതത്തെ പറ്റി പലർക്കും പല കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. ലോകം മുഴുവൻ ധാരാളം ശിഷ്യസമ്പത്തുണ്ടായിരുന്ന ഓഷോ രജനീഷ്, അദ്ദേഹത്തോട് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ജേർണലിസ്റ്റ് ചോദിച്ചു, മരണത്തിനപ്പുറമുള്ള കാര്യത്തെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ജസ്റ്റ് നത്തിങ്, ഒരു ശൂന്യത മാത്രമാണ്. ജീവിച്ചിരിക്കുമ്പോൾ എല്ലാ തരത്തിലും ആനന്ദിക്കണം, സന്തോഷിക്കണം എന്നൊക്കെ പഠിപ്പിച്ച ഒരു ഗുരുവിൻ്റെ ആശയമാണ്. മരണത്തിനപ്പുറം ഒന്നുമില്ല, ശൂന്യതയാണ് എന്നുള്ള ഒരു ചിന്ത. ഇതേ ചോദ്യം മലയാളികളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിയ വൈലോപ്പള്ളി ശ്രീധരമേനോനോട് ചോദിക്കുകയുണ്ടായി. മാമ്പഴം പോലെയുള്ള കവിതകൾ രചിച്ച ആ മഹാകവി പറഞ്ഞു, മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ജീവിക്കും. ഞാൻ എഴുതിയ കവിതകളിലൂടെ, ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളിലൂടെ, ഞാൻ സ്ഥാപിച്ച സാംസ്കാരിക പ്രസ്ഥാനങ്ങളിലൂടെ ഒക്കെ ഞാൻ ജീവിക്കും എന്ന് വൈലോപ്പള്ളി ശ്രീധരമേനോൻ പറയുകയുണ്ടായി. കർത്താവിൽ പ്രിയരെ, നമ്മുടെ പ്രതീക്ഷ ഇത് രണ്ടുമല്ല. ശൂന്യതയുടെ ഒരു നിരാശാബോധമോ
നാം ഈ ലോകത്തിൽ നേടിയ കാര്യങ്ങളിലൂടെ നമ്മുടെ സ്മരണ നിലനിൽക്കും, നമ്മുടെ മക്കളിലൂടെ നിലനിൽക്കും എന്നുള്ളത് മാത്രമല്ല നമ്മുടെ പ്രതീക്ഷ. അതിനപ്പുറമായി ഉയർത്തെഴുന്നേൽപ്പിന്റെ വലിയ സന്ദേശം നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവന് നിത്യജീവൻ ലഭിക്കും എന്നൊക്കെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനും അതിനോട് ചേർന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ അച്ചാരമാണ്, അഡ്വാൻസ് ആണ് എന്ന് പഠിപ്പിച്ചത് പൗലോസ് അപ്പോസ്തലനാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ആ ഉയർത്തെഴുന്നേൽപ്പിൽ അടിസ്ഥാനപ്പെട്ട നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ചുള്ള ഒരു വിശ്വാസം, ഇതൊക്കെ നമ്മെ പ്രത്യാശാപൂർവം ഈ മരണത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ഭവനങ്ങൾക്ക് നൽകുവാൻ പറ്റിയ ദൂതുകളാണ്. ഈ പ്രിയപ്പെട്ട മാതാവ് ദൈവസാന്നിധ്യ ബോധത്തോടെ ജീവിക്കുകയും ദൈവം നൽകിയ താലന്തുകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ തിരുവചനമനുസരിച്ച് വളർത്തുകയും സഭയോട് വളരെ കടപ്പെട്ട് ജീവിക്കുകയും ചെയ്ത ഒരമ്മയാണ്. ബഹുമാനപ്പെട്ട എബ്രഹാം ജോസഫ് അച്ഛന്റെ വൈദിക സെമിനാരി പഠനകാലത്ത് സെമിനാരിയിൽ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ അക്കാലങ്ങളിൽ ഈ ഭവനത്തിൽ പല പ്രാവശ്യം വരികയും ജോസഫ് സാറിന്റെയും ഈ അമ്മയുടെയും ഒക്കെ സ്നേഹ പരിചാലനങ്ങൾ ഏൽക്കുകയും ചെയ്തത് സന്തോഷത്തോടെ ഇപ്പം ഓർക്കുകയാണ്. ഇപ്പൊ ദൈവത്തിൽ വിശ്വസിക്കുകയും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തുകയും ഒരു മകനെ ദൈവിക ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുകയും ഒക്കെ ചെയ്ത് കൃതാർത്ഥതയോടെ ദൈവസന്നിധിയിലേക്ക് ഈ അമ്മ കടന്നുപോയിരിക്കുകയാണ്. തീർച്ചയായും ഈ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളത് തിരുവചനം തന്നെ സാക്ഷിക്കുന്ന ഒരു കാര്യമാണ്. യേശുതമ്പുരാൻ ഒരിക്കൽ ഒരു ഉപമ പഠിപ്പിച്ചല്ലോ, ധനികന്റെയും ലാസറിന്റെയും ഉപമ. ധനികൻ ജീവിച്ചിരുന്നപ്പോ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്ന ഒരാളാണ്. ലാസറിനോട് പോലും ദയ കാണിക്കാതിരുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം കടന്ന് അങ്ങേ ലോകത്ത് ചെന്നപ്പോഴാണ് ജീവിതത്തിന്റെ അർത്ഥത്തെ പറ്റി കുറച്ചുകൂടെ ബോധവാനാകുന്നത്. ലാസർ അബ്രഹാമിന്റെ മടിയിലിരിക്കുമ്പോ തനിക്ക് ഈ ശിക്ഷാവിധിയാണല്ലോ ലഭിച്ചിരിക്കുന്നത് എന്നു കണ്ട ആ ദുഷ്ടനായ ധനികൻ, ജീവിതത്തിൽ ഒരു നന്മയും പ്രവർത്തിക്കാത്ത ആ ധനികൻ അവിടെ വെച്ച് ഒരു നന്മ ചെയ്യുകയാണ്. അവൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു, എന്നെ കുറച്ചു കാലത്തേക്ക് ഭൂമിയിലേക്കൊന്ന് വിടാമോ, എന്റെ സഹോദരങ്ങൾക്കെങ്കിലും ഈ ഗതി വരാതിരിക്കട്ടെ, അവരെങ്കിലും ദൈവസാന്നിധ്യ ബോധത്തോടെ ജീവിക്കട്ടെ. ഇവിടെ കാണുന്ന ഈ ദൃശ്യങ്ങൾ ഞാൻ അവിടെ പോയി ഒന്ന് വിവരിക്കട്ടെ എന്നുള്ള അനുവാദം ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, ജീവിച്ചിരുന്നപ്പോ ഈ കാര്യങ്ങളിലൊന്നും വിശ്വസിക്കാതിരിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരോട് ദയ കാണിക്കാതെ ഇരിക്കുകയും ചെയ്ത ധനികനായ മനുഷ്യന് ഈ ഒരു മനോഭാവം ഉണ്ടായെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും തിരുവചനം അനുദിനം പാരായണം ചെയ്യുകയും വിശുദ്ധ കൂദാശകൾ സംബന്ധിക്കുകയും പ്രത്യാശയോടെ ജീവിക്കുകയും ചെയ്ത ഈ അമ്മ തന്റെ മക്കൾക്ക് വേണ്ടിയും കൊച്ചുമക്കൾക്ക് വേണ്ടിയും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ദൈവത്തോട് എത്രയോ കൃപകളെ യാചിക്കും എന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇതൊരു വലിയ യാത്രയുടെ ആരംഭമാണ്. വെളിപാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, പുതിയ യെരൂശലേം തന്റെ മണവാളനെ എതിരേൽക്കുവാൻ തക്കവണ്ണം കാത്തിരിക്കുന്ന മണവാട്ടിയോട് സദൃശ്യമാണ്. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ആ യാത്രയില് എല്ലാ വിവരണങ്ങളും നൽകുകയാണ്. 8-ാം വാക്യത്തിൽ രണ്ടാമത് ഒരു മരണത്തെ പറ്റി പറയുന്നുണ്ട്. അതാണ് കഠിനമായ മരണം. അത് ദൈവത്തിൽ എന്നേക്കുമുള്ള അകൽച്ചയാണ്. അത് ദൈവത്തിൽ എന്നേക്കുമുള്ള വേർപാടാണ്. കഠിനമായ കുറ്റങ്ങൾ ചെയ്തവർക്ക് വച്ചിരിക്കുന്ന ശിക്ഷയാണ്. അതുകൊണ്ട് ഈ രണ്ടാമത്തെ മരണമാണ് നമ്മെ ഭീതിപ്പെടുത്തേണ്ടത്. ഒന്നാമത്തെ മരണം നമുക്ക് പ്രത്യാശ നൽകുന്ന ഒന്നാണ്. ഈ പ്രിയപ്പെട്ട
മാതാവിനെ ദൈവം തമ്പുരാൻ തന്റെ കാവൽ മാലാഖമാരുടെ ഇടയിൽ ചേർക്കട്ടെ. ഈ കുടുംബത്തിന് ദൈവം തമ്പുരാൻ ആശ്വാസം പകരട്ടെ. ദുഃഖിതരായ ആളുകൾക്കൊക്കെയും ഈ അമ്മ കാട്ടിക്കൊടുത്ത മാർഗത്തിൽ കൂടെ സഞ്ചരിക്കുവാൻ തക്കവണ്ണമുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ സംസ്കാര ശുശ്രൂഷ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും വൈദിക സെമിനാരിയുടെ നാമത്തിലും എബ്രഹാം ജോസഫ് അച്ഛൻ പഠിച്ച കാലത്ത് വൈദിക സെമിനാരിയിൽ പഠിച്ച വൈദികരുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലും അനുശോചനവും ആദരാഞ്ജലികളും അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രിയപ്പെട്ട റജി മാത്യു അച്ഛൻ സെമിനാരിലെ പ്രൊഫസറാണ്, KCCയുടെ സെക്രട്ടറിയാണ്, പല ചുമതലകൾ വഹിക്കുന്ന ആളാണ്. അദ്ദേഹം വരികയും നല്ല വാക്കുകൾ ആശ്വസിപ്പിക്കുകയും ചെയ്ത അദ്ദേഹത്തോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കട്ടെ. ബോംബെയിൽ ബോറിവല്ലി പള്ളിയുടെ ചുമതല വഹിക്കുന്ന സെക്രട്ടറിയായി ചുമതല വഹിക്കുന്ന മിസ്റ്റർ വർഗീസ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് മാത്രമായി ബഹുമാനപ്പെട്ട അച്ഛനുമായിട്ടുള്ള പ്രത്യേകമായ ബന്ധവും മൂലം എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഈ സമയത്ത് അനുശോചിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികരെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, വേർപാട് എപ്പോഴും ദുഃഖമാണ്. അത് ഒരു ചെറിയ കാലത്തേക്കായാലും നമ്മളിവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ ദുഃഖമുണ്ടാക്കും. എന്നാൽ നിത്യതയിലേക്കുള്ള പോക്കിൽ ഉണ്ടാകുന്ന ആ വേർപാട് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് നമ്മൾ ബോധ്യത്തോടെ തന്നെയാണ് പറഞ്ഞുവിടേണ്ടത്. ദൈവം തമ്പുരാന്റെ ഇഷ്ടം നിറവേറി ഈ ലോകത്തിൽ അദ്ദേഹം കൊടുത്ത ആയുസ്, തന്നെ ഏൽപ്പിച്ച ചുമതലകൾ ഭംഗിയായി നിർവഹിച്ചിട്ട് ഈ അമ്മച്ചി കടന്നു പോകുന്നു. നമുക്ക് ഇതിനകത്തുള്ള ചുമതല, ഒന്ന് സന്തോഷകരമായി യാത്ര അയക്കുക, രണ്ട് നിത്യതയിൽ നമുക്ക് ഒന്നിച്ച് കാണാമെന്നുള്ള തമ്പുരാന്റെ വാഗ്ദാനത്തിൽ വിശ്വസിക്കുക, വാങ്ങിപ്പോയവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. ബഹുമാനപ്പെട്ട റജി മാത്യൂസും പറഞ്ഞ പോലെ ഓരോരുത്തർക്കും മരണത്തെക്കുറിച്ച് ഓരോ ചിന്താഗതിയുണ്ട്. എന്നാൽ ഈ കടന്നു പോകുന്ന ആത്മാവിന് എന്തെങ്കിലും വിഷമമുണ്ടോ, എന്തെങ്കിലും സങ്കടമുണ്ടോ, എന്തെങ്കിലും ഭയമുണ്ടോ എന്ന് നോക്കിയാൽ നമ്മുടെ ചൊവ്വാഴ്ച രാത്രിയിലെ യാമപ്രാർത്ഥനയിൽ ഇപ്രകാരം പറയുന്നു: എന്തെന്നാൽ എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ നിന്നുള്ള വേർപാട് നേരത്തെക്കുറിച്ച് അതിനെ വീശുവാൻ വായുമണ്ഡലത്തിൽ പതിയിരിക്കുന്ന പിശാചുകളുണ്ട്, അവരുടെ എതിർപ്പിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയുന്നു. അതിനാൽ ദൈവമായ കർത്താവേ, നിന്റെ ദാസിയുടെ ആത്മാവ് വായുമണ്ഡലത്തെ കടന്ന് നിന്റെ സിംഹാസനത്തിന് മുൻപാകെ വന്ന് വന്ദിക്കുന്നത് വരെ നിന്റെ പരിശുദ്ധ മാലാഖമാർ ഇവളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇമ്പങ്ങളുടെ പറുദീസായിൽ ഇവളായി തീരട്ടെ. ഈ അമ്മയ്ക്ക് കിട്ടിയ ഭാഗ്യം മക്കളെയും മക്കളുടെ മക്കളെയും കണ്ടു വാർദ്ധക്യത്തിൽ കല്ലറയിലേക്ക് കിടക്കുന്ന ഒരു അനുഭവം. ദൈവം തമ്പുരാന്റെ സ്ഥലത്തേക്ക് പോവുക, ദൈവത്തിന്റെ വിളി കേട്ട് പോവുക. ദൈവം അവിടെ നിത്യതയിൽ നിന്നെ വസിപ്പിക്കട്ടെ, ആത്മാവിന് നിത്യശാന്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സത്യത്തിൽ ഈ മരണവാർത്ത അറിഞ്ഞിട്ട് എന്റെ വ്യക്തിപരമായ പേരിൽ ബോംബെയിൽ നിന്നോട് വരണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് ഇടവകയ്ക്കപ്പെട്ട ഇടവക്കാരും മൊത്തമായിട്ട് വന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടു. ഒറ്റയ്ക്കുള്ള ഇതല്ല, ഇടവകയെ സംബന്ധിച്ച് ഇടവകയെ റെപ്രസെന്റ് ചെയ്തിട്ട് മിസ്റ്റർ വർഗീസ് പോകണം. അതിന്റെ കാരണം എബ്രഹാം ജോസഫ് അച്ഛനും ബോറിവില്ലി ഇടവകയുമായിട്ടുള്ള ബന്ധമാണ്. സാധാരണ ഒരു വൈദികൻ ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്ന ഇടപാടോ അദ്ദേഹത്തിന്റെ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളോ ഒന്നും നമ്മുടെ സമുദായത്തിൽ വളരെ ചുരുക്കമായിട്ട് നടക്കുന്നുള്ളൂ. എന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് കൂടി ബോറിവില്ലി പള്ളിയെ റെപ്രസെന്റ് ചെയ്തിട്ട് ബോറിവില്ലി പള്ളിയുടെ അനുശോചനവും യാത്രാമൊഴിയും പള്ളിയുടെ പേരിൽ അറിയിക്കണമെന്ന് ഞങ്ങളുടെ ഇടവക പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ വൈദികൻ ഞങ്ങളുടെ ഇടവകയ്ക്ക് ചെയ്തിട്ടുള്ളതായ നന്മകൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി പ്രയാസപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങളോളം ഉറക്കിളച്ച് രാപ്പകലില്ലാതെ അധ്വാനിച്ചതിന്റെ ഫലമാണ് ഞങ്ങൾ ഇന്ന് അവിടെ ഒരു ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിച്ച് സന്തോഷകരമായിട്ട് കഴിയുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ അതിന്റെ ബാല്യം വരെ വളർത്തിക്കൊണ്ട് വരുന്നതാണ് ഒരു മാതാവിന് ഏറ്റവും വലിയ ചുമതല. എന്ന് പറഞ്ഞ പോലെ ഒരു ഇടവകയ്ക്ക് ഒരു കൽപ്പന തന്നുകൊണ്ട് ഞങ്ങളുടെ കാലം ചെയ്ത തേഫലോസ് തിരുമേനി ഇദ്ദേഹത്തെ ഞങ്ങളുടെ ഇടവയിലേക്ക് അയച്ചു. അദ്ദേഹത്തിന്റെ പങ്ക് നന്നായി നിറവേറ്റിയച്ച ഇടവയുടെ നാമത്തിലുള്ള നന്ദി പ്രത്യേകമായി ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു. ചെറിയൊരു കവിത
നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവച്ചിട്ട് എൻ്റെ വാക്കുകൾ നിർത്തിക്കോളാം. കത്തോലിക്ക സമുദായത്തിൽ പണ്ട് ഒരു കുലീന കുടുംബത്തിൽ ഒരു പെൺകുട്ടി ജനിച്ചു. ആ പെൺകുട്ടിക്ക് മേരി എന്ന് പേരിട്ടു. അവൾ പഠിക്കുവാൻ മിടുക്കിയായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് അവൾക്ക് വേണ്ടി വിവാഹാലോചനകൾ വന്നു. അവള് വിവാഹത്തിന് സമ്മതിക്കുന്നില്ല. വീട്ടുകാർക്ക് ഭയമായി, പേടിയായി, പ്രയാസമായി. വീട്ടുകാരോട് അവസാനം അവൾ തുറന്നു പറഞ്ഞു, ഞാൻ എൻ്റെ നാഥനെ അല്ലാതെ ഞാൻ ഈ ലോകത്തിലാരെയും ഭരിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. അവസാനം കന്യാസ്ത്രീ മഠത്തിൽ ചേരുന്നതിന് അവൾക്ക് അനുമതി കിട്ടി. അവൾ വീട്ടിൽ നിന്നും പോകുന്നതിന്റെ തലേ ദിവസം ഒരു കുറിപ്പായിട്ടൊരു കവിത എഴുതി വെച്ചു. അതിൽ ഇപ്രകാരം പറയുന്നു: തുറക്കുകില്ലെനിക്കു വേണ്ടി മേലിലെ കവാടമീ, അറയ്ക്കകത്തു ദീപമെന്നെ ഓർത്തിനി തെളിച്ചിടാം. വിരിക്കുകില്ലെനിക്കുമെത്ത സോദരങ്ങളൊത്തു ഞാനിരിക്കുകില്ലിതിനകത്ത് ഭക്ഷണത്തിനായി നീ. നടന്നിടുന്നു ഞാനിതാ വിശാലമായ ലോകമേ, കടന്നുപോയിടുന്നു ഞാൻ സ്വദേശമേ ജനങ്ങളെ. മടങ്ങി വന്നിടാത്ത യാത്രയാണിതൊന്നിരിക്കലും, തടഞ്ഞിടാതനുഗ്രഹിച്ചഴിക്കുവാൻ കേഴുന്നു ഞാൻ. വളരെ ആപ്തമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രം അമ്മച്ചി ഒരിക്കലും തിരികെ വരില്ല. അമ്മച്ചിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ബോരിവലി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിന്റെ നാമത്തിലുള്ള യാത്രാമൊഴികളും അനുശോചനങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം പള്ളിയുടെ പേരിലുള്ള റീത്ത് ഇപ്പോൾ സമർപ്പിക്കുന്നതാണ്. ഇങ്ങനെ ഒരു സാഹചര്യം ചെന്നതിന് ബഹുമാനപ്പെട്ട വൈദികരോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുന്നു. ഈ കുടുംബാംഗമായ ഡോക്ടർ തോമസ് അച്ഛൻ ചുരുങ്ങിയ വാക്കുകളിൽ അമ്മച്ചിയുടെ സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് സന്ദേശം നൽകി. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ സ്നേഹമുള്ള സഹോദര വൈദികരെ, കർത്താവിൽ പ്രിയ സ്നേഹിതരെ, ഈ കുടുംബാംഗമായി ഞാൻ ചരമപ്രസംഗം നടത്തുകയല്ല. ഈ അമ്മാമ്മയെക്കുറിച്ചുള്ള കുടുംബാംഗങ്ങളുടെ ചില ഓർമ്മകളും ആ അമ്മാമ്മയിൽ നിന്ന് നമുക്ക് ലഭിച്ച നന്മകളും അടുത്ത തലമുറയ്ക്കൊന്ന് ഓർക്കുവാൻ തക്കവണ്ണം ഒന്ന് രണ്ട് കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിച്ചോളാം. കുടുംബ അംഗമെന്നുള്ള നിലയിൽ മാത്രമല്ലായിരുന്നു ഞങ്ങളുടെ ഈ അടുത്ത സമയങ്ങളിലെ ബന്ധം. 24 വർഷമായി ഞാൻ ഈ മുമ്പിൽ താമസമാക്കിയിട്ട് അമ്മാമ്മയുമായിട്ട് കുടുംബാംഗങ്ങളിൽ മറ്റാർക്കും ഉണ്ടാകാനൊക്കാത്തുള്ള അടുപ്പവും ബന്ധവും ആ നിലയിൽ ഉണ്ടായതിൻ്റെ ഓർമ്മ മനസ്സിൽ തീവ്രമായി നിൽക്കുകയും വേർപാടിൻ്റെ ദുഃഖം വളരെ തീവ്രമായി അനുഭവപ്പെടുകയും ചെയ്യുന്നു. എന്നിരുന്നാലും അമ്മാമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഒരു ധന്യമായ ജീവിതമായിരുന്നു. വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ഉത്തമം. അമ്മാമ്മ ഈ ഭൂമിയിൽ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയതിനെയൊക്കെ എത്ര ഇരട്ടി തിരിച്ചു കൊടുത്തിട്ടുള്ള ഒരമ്മാമ്മയാണ്. ആർക്കും അമ്മാമ്മയോടുള്ള കടപ്പാട് തീർക്കാനൊക്കാത്തവണ്ണം പല വിധത്തിൽ ഇവിടെയുള്ളവരെല്ലാവരും അമ്മാമ്മയോട് കടപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ഈ ഭവനവും ഇവിടെ അമ്മാമ്മ നിർവഹിച്ച ആതിഥേയത്വ മര്യാദയുമാണ്. ഇത്രയും അതിഥികളെ സ്വീകരിച്ചിട്ടുള്ള ഒരാള് ഇവിടെ നിൽക്കുന്നവരിൽ ആരെങ്കിലും ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അറിവുകൊണ്ട് ഞാൻ പറയുകയാണ്, പരിമിതി കാണുമായിരിക്കും. ഏത് പാതിരാത്രിയിലും ഏത് നിമിഷത്തിലും കുടുംബാംഗങ്ങൾ മാത്രമല്ല ആരും ഈ ഭവനത്തിൽ കയറി വന്നാൽ അമ്മാമ്മയുടെ സ്നേഹമിശ്രിതമായ സ്വീകരണം നിറഞ്ഞ സന്തോഷത്തോടെ തുറന്ന പുഞ്ചിരിയോടെ അമ്മാമ്മ സ്വീകരിക്കുകയും നല്ല വാക്കുകൾ കൊണ്ട് അവർക്ക് അന്നേരം ഭവനത്തിൽ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടാകും. അതുപോലെയുള്ള ആ സ്വീകരണം ഏറ്റുവാങ്ങാത്തവർ ഇവിടെ ആരും തന്നെ കാണുകയും ഈ ആതിഥേയ മര്യാദ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് അമ്മാമ്മ നിർവഹിച്ചിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, അമ്മാമ്മ വന്നു ചേർന്ന ഈ കുടുംബത്തിൽ ഇത്രയും കുടുംബ ബന്ധങ്ങളെ തീവ്രമായി സൂക്ഷിച്ചിട്ടുള്ള ഒരാള് മറ്റാരെങ്കിലും ഉണ്ടെന്ന് തോന്നി. മറ്റ് പ്രായമുള്ള ചിലരൊക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഇവിടുത്തെ
4 വല്യപ്പച്ചന്മാര്, 4 വല്യമ്മച്ചിമാര്, അവരുടെ മക്കള്, കൊച്ചുമക്കള്, ഈ ബന്ധങ്ങളും അവരോടുള്ള സ്നേഹവും തീവ്രതയും എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും ഉണ്ടാകുമെന്ന്. അമ്മാമ്മ മരിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചോദിച്ച് എഴുതി വെക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. അത്രമാത്രം ബന്ധങ്ങൾ, ഒരു കമ്പ്യൂട്ടറിൽ എന്നതാണ് മനുഷ്യബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ അമ്മാമ്മയുടെ മനസ്സിൽ തീവ്രമായിട്ട് നിൽക്കുന്നത് സംസാരിക്കുമ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഞാൻ ഓർക്കുകയാണ്. 3-ാമത്തെ കാര്യം എൻ്റെ മനസ്സിലുള്ളത്, അമ്മാമ്മ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയോ എന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷേ അമ്മാമ്മ ആരാധനയിൽ അർത്ഥവത്തായി പങ്കെടുത്തിട്ടുള്ള അമ്മാമ്മയാണ്. പോകുന്ന ദിവസം തലേ ദിവസം മുതലേ കണക്ക് കൂട്ടി അതിരാവിലെ ഓട്ടോറിക്ഷ വരാൻ പറയും. മറ്റ് ചെറുപ്പക്കാര് അധികം പേരും പള്ളി ചെല്ലുന്നതിന് മുമ്പേ അമ്മാമ്മ പള്ളി ചെന്നിരിക്കും. മക്കളുടെയും കൊച്ചുമക്കളുടെയും ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി പേരെഴുതി കൊടുത്ത് കുർബാന അർപ്പിക്കുകയും അന്ന് അമ്മാമ്മ കുർബാന സ്വീകരിക്കുകയും ചെയ്യും. എല്ലാ അമ്മമാർക്കും മാതൃകയാകാവുന്ന ഒരു വലിയ അനുഭവമാണ് അമ്മാമ്മ അത് ചെയ്തത്. ഏവൂർ പള്ളിയിലായപ്പോഴും അമ്മാമ്മ പല ദിവസങ്ങളിൽ പള്ളി ഞായറാഴ്ചയിൽ പള്ളി വന്നു. ഒടുവിലത്തെ ചില ഞായറാഴ്ചകൾ വരണമെന്ന് ആഗ്രഹിച്ചു, സാധിച്ചില്ല. എങ്കിലും അമ്മാമ്മയ്ക്ക് വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ ആശുപത്രിയിൽ വെച്ച് ദൈവം അവസരം നൽകി. ആ നിലയിൽ തൻ്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം അമ്മാമ്മയ്ക്ക് സാധിച്ചു. അത് പ്രായമായ ഒരു മാത്രമല്ല, എല്ലാവരും ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ മാതൃകയാക്കേണ്ട ഒരു വലിയ കാര്യം തന്നെയാണ് അമ്മാമ്മയിൽ കാണാവുന്നത്. 4-ാമത്തെ കാര്യം, ഇത്രയും സഹനശക്തിയുള്ള ഒരാള് ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്മീയ അനുഭവത്തിന്റെ ഏറ്റവും വലിയ അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹിക്കുവാനുള്ള ശക്തി. അമ്മാമ്മ ദാരിദ്ര്യ ദുഃഖമൊന്നും അനുഭവിച്ചിട്ടില്ല. പക്ഷെ ജീവിതത്തിന്റെ ക്ലേശങ്ങളിൽ പലതും കടന്നുപോയിട്ടുള്ള ആളാണ്. പക്ഷെ അതിനെയൊക്കെ വളരെ സഹിഷ്ണുതയോടെ നേരിട്ടിട്ടുള്ള അമ്മാമ്മയുടെ ധൈര്യവും ശക്തിയും അപാരമാണ്. ഞാൻ അമ്മാമ്മയെ കാണാനെത്തില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരും. ഒരു 3-4 ആഴ്ചയും കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ ഞാൻ അല്പസമയം സംസാരിക്കും. ആശുപത്രിയിൽ പോകുന്നതിന് 2 ദിവസം മുമ്പ് ഞാൻ വീട്ടിനകത്ത് കയറി കുറേ സമയം സംസാരിച്ചു. പക്ഷെ സാധാരണയുള്ള ഒരു സന്തോഷത്തിന്റെ അനുഭവം ഇല്ലായിരുന്നു. ശാരീരികമായ അസുഖം കൊണ്ടൊക്കെ ആയിരിക്കാം അത്രയും വലിയ സന്തോഷമായിട്ട് മുഖത്ത് പ്രസന്ന മുഖം പ്രകടമായി. എങ്കിലും അമ്മാമ്മയുടെ ഉള്ളിലെ ചെറിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അത് മുഴുവൻ സാധിച്ചു. അമ്മാമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മക്കൾ അടുത്തുള്ളതുപോലെ ഞാനിവിടെ ഉണ്ടാകണമെന്ന് അമ്മാമ്മ ആഗ്രഹിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള അമ്മാമ്മയുടെ ആഗ്രഹങ്ങൾ കിടന്ന് പ്രയാസപ്പെടുവാൻ ഇടയാകരുത്. എൻ്റെ ജീവിതം എത്രയും വേഗത്തിൽ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടേണ്ട ജീവിതമാവണമെന്ന് ആഗ്രഹിച്ചു. ആരെയും അമ്മാമ്മയുടെ ജീവിതകാലത്തും അങ്ങനെയായിരുന്നു. ആർക്കും ബുദ്ധിമുട്ട് വരുത്തരുത്. ഞാൻ അല്പം ബുദ്ധിമുട്ട് സഹിച്ചാലും എന്നെ കൊണ്ട് ആരും ബുദ്ധിമുട്ടരുതെന്നുള്ള വലിയ തീവ്രമായ ഒരു ഭാവം അമ്മാമ്മയ്ക്കുണ്ടായിരുന്നു. ദൈവം അതെല്ലാം സാധിച്ചു കൊടുത്തു. ആശുപത്രിയിൽ ഒരാഴ്ച കിടന്നു. അച്ഛനും മോൻസിയും മറ്റെല്ലാ പ്രിയപ്പെട്ടവർക്കും വന്നു കാണുവാനും അവർ മാത്രമല്ല കുടുംബാംഗങ്ങളായ ഏറ്റവും അടുപ്പമുള്ളവരെല്ലാവരും വന്ന് കാണുവാനും അമ്മാമ്മയെ ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള ഒരു വേർപാടും അമ്മാമ്മയ്ക്ക് ലഭിച്ചു. ഈ ജീവിതം ധന്യമായിരുന്നു, ശ്രേഷ്ഠമായിരുന്നു. ഇതിന്റെ മാതൃക കുടുംബാംഗങ്ങളും അമ്മമ്മയെ അറിയുന്നവരെല്ലാവരും ജീവിതത്തിൽ സൂക്ഷിക്കുമ്പോൾ അവിടെ ഒരു ക്രിസ്തീയമായിട്ടുള്ള അനുഭവത്തിലേക്ക് വളരുവാൻ നമുക്കെല്ലാവർക്കും സാധ്യമാകും. ആ നിലയിൽ അമ്മാമ്മയുടെ ജീവിതത്തിന്റെ അനുഭവം നമുക്കെല്ലാവർക്കും മാതൃകയാകട്ടെ. ഈ കുടുംബത്തിൽ അമ്മാമ്മയുടെ സാന്നിധ്യം ഒരു വിളക്ക് തന്നെയായിരുന്നു. ആ വിളക്ക് ഇപ്പോൾ കെട്ടുപോയെങ്കിലും ആത്മാവിൽ ആ വിളക്ക് ശോഭിക്കുന്നു എന്ന് അറിയുന്നു. നമുക്ക് പ്രാർത്ഥനയിൽ തുടർന്നും ഓർക്കാം. ദൈവത്തിന്റെ കൃപയിൽ ഈ വാങ്ങിപ്പോയ ദാസിയുടെ ആത്മാവ് വസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകളെ അവസാനിക്കും. ഫുജൈറ പള്ളിയുടെ ട്രസ്റ്റി ചുരുങ്ങിയ വാക്കുകളിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, UAE ഫുജൈറ സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ ഒരു ഇടവ അംഗമെന്ന്
ഇതിനൊക്കെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ മാതാവിൻ്റെ ഇളയ മകൻ ചെറിയാൻ ജോസഫ് മോൻസി ഫുലിയറപ്പള്ളിയുടെ ഇപ്പോഴത്തെ മാനേജിംഗ് കമ്മിറ്റി അംഗവും സൺഡേ സ്കൂൾ അധ്യാപകനുമാണ്. ഈ മാതാവിൻ്റെ രോഗാവസ്ഥയിൽ പരുമല ആശുപത്രിയിൽ വന്ന് കാണുവാൻ എനിക്ക് സാധിച്ചു. ഞങ്ങളുടെ വികാരി അച്ഛൻ ലിജോ ജോസഫ് അച്ഛൻ വന്ന് കാണുകയും പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയും ചെയ്തു. ഇവിടെ ഫുജിയറയിൽ നിന്നും പല അംഗങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫുജിയറ ഇടവകയ്ക്ക് വേണ്ടി ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ മാതാവിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ബഹ്റൈൻ പള്ളിയെ പ്രതിനിധീകരിച്ച CK ജോൺ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ദൈവത്തിൻ്റെ വലിയൊരു നാമത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ. വലിയ വലിയൊരു ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, സ്ത്രീകളെ, ബഹുമാനപ്പെട്ട എബ്രഹാം ജോസഫ് അച്ഛൻ്റെ മാതാവ് കടന്നുപോയെന്നുള്ള വിവരം ഇന്നലെ അന്നമ്മ എബ്രഹാം എനിക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. പേപ്പർ നേരത്തെ കാണാൻ പറ്റിയില്ല. ഞാൻ കഴിഞ്ഞ അച്ഛൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ വന്നപ്പോൾ അമ്മച്ചിയെ കണ്ടതാണ്. ബഹുമാനപ്പെട്ട അച്ഛന് ബഹ്റൈൻ പള്ളിയുടെ വികാരിയായിട്ട് 2001 മുതൽ 2004 വരെ അവിടെ സേവനമനുഷ്ഠിച്ചു. ബഹ്റൈൻ പള്ളി എന്ന് പറയുമ്പോൾ മലങ്കര സഭയുടെ ഇന്ത്യക്ക് വെളിയിലുള്ള രണ്ടാമത്തെ ദേവാലയമാണ്. ഗൾഫ് മേഖലയിലെ ആദ്യത്തെ ദേവാലയം. 1959 അവിടെ ഇടവക രൂപീകരിക്കുന്നത്. 1969 അവിടെ മലങ്കര സഭയ്ക്ക് സ്വന്തമായ ഒരു ദേവാലയം അവിടെ ഉണ്ടായി. ഈ ദേവാലയത്തിൻ്റെ 17ാമത്തെ വികാരിയായിട്ടാണ് ബഹുമാനപ്പെട്ട അച്ഛന് അവിടെ സേവനമനുഷ്ഠിച്ചത്. അവിടെ ദേവാലയം പണിയുന്നതിന് 1969 സെപ്പോനോസ് മാർ ദേവദേവസ സിരിമേനി കുഞ്ഞുസച്ചനോട് വികാരിയായിട്ട് ഇരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് അവിടെ ആദ്യ ദേവാലയം സ്ഥാപിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ടായത്. അപ്പോൾ ഞങ്ങളന്ന് പറയുകയുണ്ടായി, അത് ബഹ്റിനെ സംബന്ധിച്ചോളം അന്നത്തെ ശരോമോനായിരുന്നു ആ ബഹുമാനപ്പെട്ട കുഞ്ഞുസച്ചൻ എന്ന്. ഈ 2000 ആണ്ടായപ്പോഴത്തേക്ക് ഈ ദേവാലയം പുതുക്കി പണിയണമെന്നൊരു തീരുമാനമുണ്ടായി. പക്ഷേ അച്ഛൻ വികാരിയായിട്ട് നിന്ന സമയത്തിനാണ് ആ ഭാഗ്യം അച്ഛനുണ്ടായത്. അതുകൊണ്ട് രണ്ടാം ശരോമനായിട്ടായിട്ട് അച്ഛന് അവിടെ ശോഭിക്കുവാൻ ഇടയായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അച്ഛൻ്റെ സേവനത്തിന് ശേഷം അച്ഛൻ പോന്നു. ദേവാലയം വളരെ മനോഹരമായ ഒരു ദേവാലയമാണ് അവിടെ ഇപ്പോഴുണ്ടാകുന്നത്. അങ്ങനെ ഒരു ബന്ധം എനിക്ക് അച്ഛനുമായിട്ടുണ്ട്. അച്ഛന് വികാരിയാകുന്നതിന് മുമ്പ് തന്നെ അച്ഛന് ഒരു മാസം അവിടെ വിസിറ്റിങ്ങിന് വന്നപ്പോഴാണ് ആദ്യമായിട്ട് അച്ഛനുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചത്. സ്നേഹബന്ധം ഇന്നും തുടരുന്നു. അതിനപ്പുറം അച്ഛൻ്റെ സഹോദരി അന്നമ്മ എബ്രഹാം അടൂരാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു വൈദിക കുടുംബമാണ്, പൊന്നേർ കുടുംബമാണ്. ആ പൊന്നേർ കുടുംബവും എൻ്റെ കുടുംബം കഞ്ഞിരിക്കട്ട് 2 വൈദിക കുടുംബങ്ങളാണ്. അങ്ങനെ ഈ 2 കുടുംബമാണ് ഞങ്ങൾ വളരെ സ്നേഹമായിട്ട് സഹകരിച്ചു വരുന്ന 2 കുടുംബങ്ങളാണ്. അന്നമ്മ എബ്രഹാം കഴിഞ്ഞ ഇപ്പോഴത്തെ മുമ്പുള്ള അവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സണായിട്ട് അവിടെ ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. ആ സമയത്ത് അന്നമ്മ എബ്രഹാം അവിടെ ഭയങ്കര സജീവമായ പ്രവർത്തനമായിരുന്നു. കണ്ണങ്കോട് ഇടവകയെ സംബന്ധിച്ചുള്ള അഭിമാനമായിരുന്നു കണ്ണങ്കോട് ഇടവകയിലുള്ള ഒരു അംഗം ആ അടൂർ നഗരസഭയുടെ അധ്യക്ഷയായിട്ടിരിക്കുക എന്നുള്ളത്. നല്ല ഒരു പ്രവർത്തനമാണ് അന്നമ്മ എബ്രഹാം അവിടെ കാഴ്ചവെച്ചത്. ഈ അച്ഛൻ്റെയും ഈ മകളുടെയും ഒക്കെ ഈ ഉയർച്ച കണ്ട് സന്തോഷിച്ചതിന് ശേഷമാണ് ഈ മാതാവ് കർത്തൃസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ മാതാവിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്തൃസന്നിധി അണിഞ്ഞിരിക്കുന്ന ഈ മാതാവിന് സ്വർഗീയമായ എല്ലാ സൗഭാഗ്യങ്ങൾക്കും അർഹതയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും
ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ദൈവം എല്ലാ ആശ്വാസവും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കാലാവസ്ഥയുടെ ആനുകൂല്യം ലഭിക്കാൻ തക്കവണ്ണം എല്ലാവരും സഹായിക്കും. ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, ദൈവനാമത്തിൽ സ്നേഹവന്ദനവും ഒരു വലിയ പ്രസംഗം നടത്താനായിട്ടല്ല, ഒരു ചിന്ത മാത്രം അർപ്പിക്കാനായിട്ട് ഈ മാതാവുമായിട്ട് ചുരുങ്ങിയ സമയങ്ങളുള്ളതായ പരിചയം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മകൾ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ജോൺ ഓർപ്പിച്ച പ്രകാരം ശ്രീമതി അന്നമ്മ അബ്രഹാം അടൂരാണുള്ള കണ്ണങ്കോട് സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയുടെ മുൻ വികാരി എന്ന നിലയിൽ അനുശോചനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട തോമസ് അച്ഛനുമായിട്ട് ആ ഭവനത്തിൽ വരുന്ന സന്ദർഭങ്ങളൊക്കെയും പരിചയം ഒരു ചിന്ത മാത്രം ഓർപ്പിക്കുക. ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ്. ജന്മം മുതൽ നമ്മെ ഓരോരുത്തരെയും പിൻപറ്റുന്ന ഒരു യാഥാർത്ഥ്യമാണ് പറയുന്നത്. പക്ഷെ അത് ഇപ്പോൾ എവിടെ വെച്ച് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് സർവശക്തനായ ദൈവം മാത്രമേ അറിയുന്നുള്ളൂ. ഈ പ്രിയപ്പെട്ട മാതാവിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പരിചയമില്ലെങ്കിലും അന്നമ്മ അബ്രഹാമിൽ കൂടിയും പ്രിയപ്പെട്ട അച്ഛനിൽ കൂടിയും അമ്മയെ നല്ലവണ്ണം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഇപ്പോൾ തോമസത്തിന്റെ പ്രസംഗം അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. നമുക്ക് വേദന ഉണ്ടാക്കുന്ന സംഗതിയാണ്, എങ്കിലും ആശ്വസിക്കുവാനായിട്ടുള്ളത്. യഹോവ പറഞ്ഞതുപോലെ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മക്കളിൽ കൂടി അമ്മയെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ശ്രീമൻ കെ ജോൺ ഓർപ്പിച്ച പ്രകാരം കാടൂർ കണ്ണങ്കോട്ട് പള്ളിയിൽ സജീവമായ ഒരു പ്രവർത്തനം ആത്മീയ രംഗങ്ങളിൽ മാത്രമല്ല സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെയും ശോഭിക്കുന്നത് ഈ അമ്മയുടെ പഠിപ്പിക്കലുകളും ഒക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ അമ്മ സ്വർഗീയമായ അനുഭവത്തിലേക്കാണ് പോയിരിക്കുന്നുള്ളതായ യാഥാർത്ഥ്യം നമ്മെ ആശ്വസിപ്പിക്കണം. യോഹോവ പറഞ്ഞതുപോലെ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തീയമായിട്ട് ഈ ലോകത്തിൽ ജീവിച്ചെങ്കിൽ അതേപോലെ തന്നെ സ്വർഗീയമായ അനുഭവങ്ങളിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ശുദ്ധവേദോത്സവം നമ്മൾ സാക്ഷിക്കുന്നുണ്ട്. ജീവിച്ചിരുന്നെന്ന് വിശ്വസിക്കുന്ന ഒരുവൻ ഒരു നാളും മരിക്കുന്നില്ല. ഒരു നാളും മരിക്കാത്ത അനുഭവത്തിലേക്കാണ് ഈ അമ്മ പോയിരിക്കുന്നെന്നുള്ളത് മക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം തരുന്നതാണ്. രോഗാവസ്ഥയിലായിരുന്ന സന്ദർഭത്തിൽ അവർക്ക് പരിചരിക്കുവാനും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും സാധിച്ചു എന്നുള്ളത് സമാധാനവും ആശ്വാസവും അവർ തരുന്നു. ഈ ഭവനത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കണ്ണങ്കോട് സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവയിൽ നിന്ന് തന്നെ അനേക പേരോട് വന്നിട്ടുണ്ട്. അറൂർ പ്രദേശങ്ങളിൽ നിന്നും വന്നിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയുള്ള അനുശോചനം അറിയിക്കുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ പ്രസ്മരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ആ കടന്നു വരുന്ന വഴിയിൽ നിൽക്കുന്ന ആളുകൾ അല്പം വഴിവിട്ട് സൗകര്യപൂർവ്വം നിൽക്കണം. വഴി കടന്നു വരുന്നവരും വഴി അടഞ്ഞു നിൽപ്പാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ശുശ്രൂഷ ആരംഭിക്കും. ഞങ്ങൾ ശരണപ്പെടുന്നു. നിന്റെ കർത്തൃകൽപ്പനകൾ വേർപെട്ടു പോയിരിക്കുന്ന ഈ മാതാവിന്റെ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരെ മനസ്സിലാക്കാറുള്ളവരിൽ നിന്നും കാണപ്പെടാത്ത അന്ധകാര സൈന്യങ്ങളിൽ നിന്നും ഈ ഞങ്ങളുടെ മാതാവിനെ വീണ്ടുകൊള്ളുമാറാകണമേ. ഈ ആത്മാവ് ജീവന്റെ സ്ഥാനത്തെ നീതിമാന്മാരുടെ കൂട്ടത്തിൽ ചെന്നെത്തുമാറാകണമേ. പിതാപുത്രനും പരിശുദ്ധ ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്കും ഇവൻ നിന്റെ പരിശുദ്ധന്മാരോട് വസിക്കുമാറാകണമേ. ഓ ശോഭകുലസഭാമേ, നീ ജീവനെടുത്തിടുമ്പോൾ മണ്ണിൽ ചേരുന്നു. വിടുവിച്ചോനെ നാളെല്ലായ്പ്പോഴും
യാചിക്കണം. നിത്യവും ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങളെ നിയോഗ്യരാക്കണമേ. മരിച്ചവരെ ജയിപ്പിക്കുന്നവനും കപടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിയുമാണ് ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളും കാലങ്ങളും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. കുലകുഞ്ഞാവുമോ സുനഹായ ആദിയിൽ ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും നിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ മാലാഖുമാരുടെ വരുവാനിരിക്കുന്നവനുമായി മശിഹാ തമ്പുരാനെ സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും മുമ്പാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂപന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയ മേഘങ്ങൾ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവ ശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സ്ഥലത്തിന്റെയും സൃഷ്ടാവും നിർമ്മിതാവും എന്ന നിലയിൽ സൃഷ്ടി ശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സർവംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമാജനകവും ഭയങ്കരവുമാ നിന്റെ സിംഹാസനത്തിൽ മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോട് നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഇതിന്റെ മകളുടെ നിന്റെ വലത്തുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസം ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന ജീവനുള്ള തിരുവായി കൊണ്ടറിയിച്ചിട്ടുള്ളതായ വചനം ഞങ്ങളിലും നിന്റെ ദാസീനം നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോരും നിന്റെ വലത്തുഭാഗത്തു നിന്നുകൊണ്ട് നിന്റെ കണ്ണെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധനുമായിരിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുക്കുലെ സുബാൻജബൽമീൻ ബാർക്കുമോർ മെന്നാലോഹുനക്കാബേൽ ഹോസോയോത് ഗൗബേശ് ബുക്കോനോ ദാത്തോവേ പത്രായികൂൻ ഒന്മേലാവൂനം വൽമീൻ നഗരകവാടം വഴിയാ ഞാൻ പോകാം നേരം കേട്ടേ നരുനാദം ശ്രദ്ധിച്ചെന്നരികെ നേരം ഖേദം തോന്നും നിരതേ സമേതം സുന്ദരേ
ദാസനം നീ അതിനെ അണിയിച്ചിടണമേ സർവീശസ്തോത്രം സ്തോത്രം തേ ബലവാനും മഹാകാരുണ്യവാനുമായ ദയാലുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ അടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി എന്റെ നാഥായ സമയത്ത് ഞങ്ങൾ നിനക്കണച്ചിരിക്കുന്ന ധൂപത്തെ കൈക്കൊള്ളണമേ. സ്വർഗീയ യെരൂശലേമിൽ മോഹനീയമായ വാസസ്ഥലത്ത് ഈ ദാസിയെ നീ ശുശ്രൂഷിക്കണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനും തിരുവന്താക്കളുടെ മുഖപ്രസന്നതയ്ക്കും ഈ ദാസിയെ നീ അർഹയാക്കി തീർക്കുകയും ചെയ്യണമേ. മോറൻ സമാധാനം കൈക്കൊള്ളുക കൺവശമകിലം മോഹിക്ക ഇവളെ വിധിക്കരുതേ നാഥ നിർമ്മായം നീയേ അപരാധികളർഹിച്ചിടും നരകത്തിൽ ഇവൾ രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവർ പോകേണം ബാകുമോ സ്ത്രീകളെ പ്രാപിക്കും സകലേ
ശുശ്രൂഷകൾ പൂർത്തീകരിക്കപ്പെടുകയാണ്. ധൂപപ്രാർത്ഥനയ്ക്ക് ശേഷം കുടുംബാംഗങ്ങൾ സ്നേഹ ചുംബനം നൽകി അമ്മച്ചിയെ യാത്രയാക്കുന്നു. ആ സമയത്ത് കടന്നു വന്നിട്ടുള്ള എല്ലാവരും ദേവാലയത്തിലേക്ക് പോകത്തക്കവണ്ണം ക്രമീകരിക്കപ്പെട്ടു. വാഹനങ്ങളിലെ ഉള്ളവര് ആ നിലയിൽ അതിൽ അനുധാവനം ചെയ്യുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കണം എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. മകളിലപ്പൻ കൃപ ദൈവത്തോടെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. കൃപയിൽ നിന്മയും നടന്നിരിക്കുന്നവനെ അവരെ പ്രാർത്ഥിക്കണം. ഒന്നും ഒരുപാടിക്കുന്നതിന് വാഴ്ത്തപ്പെട്ടതാണ്. ശരീരങ്ങളും ആത്മാക്കളും ശരിയാട്ടിനുള്ള ചോദ്യങ്ങളാണ്. സ്നേഹ ചുംബനം നൽകി കുടുംബാംഗങ്ങൾ അമ്മച്ചിയെ യാത്രയാക്കുക. കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും മിക്കവർക്കും വാഹനങ്ങളുണ്ട്. വാഹനങ്ങളിൽ ദേവാലയത്തോളം ഈ വിലാപ യാത്രയിൽ പങ്കുചേരണം. ഭവനത്തിൻ്റെതായിട്ട് വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. വാഹനങ്ങളില്ലാത്തവർ ആ വാഹനങ്ങളിൽ കയറേണ്ടതാണ് എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. ും
നിരയുടെ പുറകിൽ കൂടെ തന്നെ ആ നിര മുന്നോട്ടേക്ക് പോരട്ടെ. ഇടയ്ക്കൂടെ കയറാം. ഒരു നിരയായിട്ട് രൂപപ്പെട്ട് വന്ന് ചുമതല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ നിരയിൽ കൂടെ മുന്നോട്ടേക്ക് പോകുന്നതാണ്. സ്വപ്രഭയാൽ മോദിപ്പിക്കും